ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ആൻസി വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞത് ഈ ഒരു കിടിലൻ കളറുള്ള സാരിയിലൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അമ്പലത്തേക്ക് ഞാൻ ഈ സാരി എടുത്തപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഡ്രേപ്പിംഗ് വീഡിയോ ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണിക്കാമെന്ന് പറഞ്ഞിരുന്നു. കാരണം അന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ സമയം കിട്ടിയില്ല, വീഡിയോ എടുക്കാനുള്ള സമയം കിട്ടിയില്ല. കാരണം അന്ന് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തിട്ട് ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ ആയതുകൊണ്ട് അങ്ങനെ ഭയങ്കര ധൃതിയായിട്ട് ചെയ്തിട്ട് പോയതായിരുന്നു. അത് കാരണം എനിക്ക് സത്യം പറഞ്ഞാൽ സമയം കിട്ടിയില്ല. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ഈ ഒരു സാരി കിടില സാരി ഡ്രേപ്പ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ലുക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് അമ്മേൻ്റെ സാരിയാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് വീതി കുറച്ച് കുറവാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു എക്സ്ട്രാ പീസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ സെയിം കളറാണെങ്കിൽ അത്രയും നല്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പ്ലീറ്റ് എടുക്കുന്നത് കുറച്ചുകൂടി കൂടുതൽ പ്ലീറ്റ് കിട്ടും. ഇതൊരു ബിഗ്നേഴ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് കരുതാം കേട്ടോ. കാരണം ഞാൻ ഇതിൽ പ്രീ പ്ലീറ്റിംഗ് കൂടി കാണിച്ചു തരുന്നുണ്ട്. കാരണം ഇത് ഓൾറെഡി ഇങ്ങനെ ഭയങ്കര അയേൺ ചെയ്യാത്തതുകൊണ്ട് ഭയങ്കര കൊളായിട്ട് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ അയേണും കൂടി ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പറായിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ നമുക്ക് തൽക്കാലം അളവെടുക്കാം. മീൻസ് പ്രീ പ്ലീറ്റ് ചെയ്യാൻ അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അളവെടുക്കാം. അതെങ്ങനെ എടുക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഒരു ഫിഷ് കട്ട് സ്കേർട്ട് ആണെങ്കിൽ കുറച്ചും കൂടിയും നന്നാവും കേട്ടോ. ഒന്ന് തടിയൊക്കെ ഉള്ളവർക്ക് കുറച്ചൊന്ന് ഒതുങ്ങി നിൽക്കും. അപ്പോൾ ഇതുപോലെ ഒരു ഫിഷ് കട്ട് സ്കേർട്ട്, ഇത് കോട്ടൺ അല്ല, ഇതൊരു സാറ്റിൻ പോലത്തെ മെറ്റീരിയലാണ്. ഇത് ഞാൻ മീഷോ എന്നാണ് വാങ്ങിച്ചത്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ലിങ്കിന് വേണ്ടി കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം ഇതാണ് ഈ ഒരു കളർ മാച്ചിങ് ആണ്, ഇതാണ് ഞാൻ പെയർ ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഞാനിത് ഇങ്ങനെ ആക്കിയിട്ട് പ്രീ പ്ലേറ്റിൽ ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ അതേ പിന്നാദ്യം കരുതുക. സാരി ഉടുക്കാൻ പോകുന്നവർ എപ്പോഴും പിന്നെടുത്ത് വെച്ചിട്ട് വേണം സാരി ഉടുക്കാൻ തുടങ്ങാൻ. അപ്പോൾ ഇത് ഞാൻ പിന്നെടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ കാണിക്കാൻ പോകുന്നത് പ്രീ പ്ലേറ്റിംഗ് ആണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അയൺ ചെയ്തിട്ടാണ് നമ്മൾ സാരി ഡ്രേപ്പിംഗ് കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ കറക്റ്റ് ഇപ്പോൾ ഹീൽസ് ഇടുന്നുണ്ടെങ്കിൽ അതിന് കണക്കാക്കിയിട്ടും കൂടി നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ എക്സ്ട്രാ തയ്ച്ച പീസ് ഇവിടെ വരുന്നതുകൊണ്ട് തന്നെ അത് അധികം അറിയാൻ പോകുന്നില്ല. എന്നിട്ട് നമ്മൾ ബാക്കിലൂടെ കറക്റ്റ് ഇവിടെ കുത്തിക്കൊടുക്കും. ജസ്റ്റ് ഇപ്പോൾ പ്രീ പ്ലീറ്റ് എടുക്കുന്നത് കൊണ്ട് തന്നെ വല്ലാതെ നമ്മൾ വൃത്തിക്ക് ചെയ്യണം എന്നില്ല. ഫസ്റ്റ് മെയിനായിട്ട് നമുക്ക് ഇവിടുത്തെ ഞെറിവും അതുപോലെ മുന്താണിയിലെ ഞെറിവുമാണ് കിട്ടേണ്ടത്. അടുത്ത് നമ്മളിത് ഇവിടെ കുത്തിയിട്ട് നമുക്ക് മുന്താണിക്ക് എത്ര ഇറക്കം വേണമെന്നുള്ളത് നോക്കാം കേട്ടോ. ഇതുപോലെ കറക്റ്റായിട്ട് പിടിച്ച് ഇങ്ങനെ വെച്ച് നോക്കുക. അപ്പം നമ്മൾ അധികം ഇറക്കം വേണ്ട. അത് ഏകദേശം നമ്മൾ കുറച്ച് കാലിൻ്റെ അധികം അടി വരെ തട്ടണ്ട. എന്നാൽ അത്യാവശ്യം കുറച്ച് ഇറക്കം വേണം, ഇല്ലാന്നുണ്ടെങ്കിൽ ബോറായിരിക്കും കാണാൻ. ഇനി നമുക്കിത് ഇവിടെ ഈ ബാക്കി വരുന്ന പീസ് ജസ്റ്റ് ഇവിടെ ഇങ്ങനെ കുത്തി കൊടുക്കാം. എന്നിട്ട് ഇവിടുന്ന് പ്ലീറ്റ്സ് എടുത്ത് തുടങ്ങാം. ഇത് ഒതുങ്ങി നിൽക്കുന്ന സാരി അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് അയൺ ചെയ്ത് കഴിഞ്ഞാലാണ് കുറച്ചും കൂടി വൃത്തിക്ക് നിൽക്കുക കേട്ടോ. അപ്പോൾ ഇത് എത്ര 1 2 3 4 5 6 7 പ്ലീറ്റ്സ് കിട്ടുന്നുണ്ട്. മറ്റേത് എനിക്ക് എത്ര 5 എങ്ങാണ്ട് ആദ്യം കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ കുറച്ച് ക്ലോത്ത് വെച്ചുകൊണ്ട് തന്നെ കുറച്ച് എക്സ്ട്രാ ആയിട്ട് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഇവിടെ പിൻ ചെയ്യാം കേട്ടോ. ഇങ്ങനെ കറക്റ്റ് പിടിച്ചതിന് ശേഷം ഇവിടെ പിൻ ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ ഇവിടെ ഒരു പിന്ന് കുത്തിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒന്ന് പിന്നു ചെയ്യുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് നമുക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ആ കറക്റ്റ് ഞെറിവ് ഇവിടേക്കൊന്ന് പിൻ ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അയൺ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം എനിക്കങ്ങനെ വന്നായിരുന്നു. ഇവിടെ കറക്റ്റാണ് പിന്നെ കുത്താത്തതുകൊണ്ട് കുറച്ചൊരു വളവും ചെരുവൊക്കെ വന്നിരുന്നു കേട്ടോ. ഇപ്പോൾ ആരെങ്കിലും നമ്മൾ ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ ഇത്രയും പ്രശ്നം വരുത്തില്ല ഈ സാരി ഉടുക്കാൻ. ഇതിപ്പോൾ ആരും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കുറച്ച് പണിയാണ് ഇതിങ്ങനെ പിടിക്കാൻ. പിന്നെ അത് 3 സ്ഥലത്ത് പിന്ന് കുത്തിയിട്ടുണ്ട്. ഇവിടെ 1 2 3 ഏറ്റവും ടോപ്പിൽ.
ഇനി നമുക്ക് പല്ലുവിൻ്റെ പ്ലീറ്റ്സ് എടുക്കാം. ഇതുപോലെ എടുത്തിട്ട് ഞാൻ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഇവിടെയല്ല നമ്മൾ എൻഡ് വരുന്നത്. അപ്പോൾ അത് ഇവിടുന്ന് ഈ ഫ്രണ്ടത്തെ പ്ലീറ്റ് കുറച്ച് കൂടുതലാക്കിയിട്ട് പിന്നീട് വരുന്ന പ്ലീറ്റ്സ് അതിൻ്റെ താഴെയായിട്ട് വരണം കേട്ടോ. എങ്കിലേ പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കാതിരിക്കുള്ളൂ. അതുപോലെ പിടിക്കുക. എന്നിട്ട് ഇവിടെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ 1 2 3 4 ഇത് എവിടെയെങ്കിലും നമുക്ക് കൊളത്തിയിട്ടൊക്കെ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാണ്. എനിക്ക് ആ ക്ലിപ്പില്ല സത്യം പറഞ്ഞാൽ. ഡ്രേപ്പിംഗ് ഒക്കെയാണ്, പക്ഷെ ക്ലിപ്പില്ല. താഴേക്ക് ഇതേപോലെ പിടിച്ചു കൊടുക്കുക. എന്താ വണ്ണത്തിനനുസരിച്ചിട്ടാണ് ഇതിൻ്റെ വീതി വരിക. എല്ലാവർക്കും ചെറുതാക്കിയാൽ കറക്റ്റായിട്ട് വരണമെന്നില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഇതൊന്ന് മൊത്തത്തിലൊന്ന് ലൈനിങ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അവിടെ സ്റ്റിച്ച് ചെയ്തും കൂടിയല്ലേ, അപ്പോൾ ഒന്ന് ഒതുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് ചുളിവൊക്കെ ഒന്ന് മാറാനാണ്. ഇനി നമ്മളുടെ പല്ലു നമുക്ക് അയൺ ചെയ്യാം. അപ്പോൾ ഇതുപോലെ നമ്മൾ പ്ലീറ്റ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. വേണ്ടിയിട്ട് ഞാൻ ഈ സൈഡിൽ ഇവിടെ ഒരു പിന്ന് കുത്തിയിട്ടുണ്ടായിരുന്നു. എനിക്ക് അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ അയൺ ചെയ്യുമ്പോൾ നമ്മൾ ഉടുത്ത് കഴിയുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അതുകൊണ്ട് ഞാനൊരു അടയാളത്തിന് വേണ്ടിയിട്ട് ഈ 2 എൻഡിലും ഒരു പിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ അയണിങ് നല്ല സാറ്റിസ്ഫൈങ് ആയിട്ടുള്ളൊരു കാര്യമാണല്ലേ. നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടോ? നമുക്ക് ഇങ്ങനത്തെ വീഡിയോസ് കാണുന്നത് തന്നെ സാറ്റിസ്ഫൈങ് ആണ്. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ സാരി ഡ്രേപ്പിങ്ങിൻ്റെ വീഡിയോസും ഈ പ്രീ പ്ലീറ്റിങ്ങിൻ്റെ വീഡിയോസൊക്കെ കാണുന്നത് നല്ല സാറ്റിസ്ഫൈങ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇതുപോലെ ഇവിടെ അയൺ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ താഴത്തെ പ്ലീറ്റിൻ്റെ ഭാഗം ഇപ്പോൾ ഈ സാരി ഉടുക്കലൊക്കെ ഒരു മെനക്കെട്ടൊരു പണി ആയതുകൊണ്ടല്ലേ നമ്മളിപ്പം ഈ പ്ലീറ്റിങ്ങിനൊക്കെ വേറെ ആൾക്കാർക്ക് കൊടുക്കുന്നത്. സത്യം പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ. വൃത്തിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് സഹിക്കണമല്ലോ അല്ലേ. ഇതേ ഇവിടെ പിൻകുത്തിയ ഭാഗത്ത് ഞാൻ നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതേ റെഡി ആയിട്ടുണ്ട്. ചെറുതായിട്ട് മേക്കപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്, അധികമൊന്നുമില്ല. കാരണം ഇന്ന് സത്യം പറഞ്ഞാൽ ലേസി മേക്കപ്പാണ്. പിന്നെ ഈ ഒരു മാല ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അഫോർഡബിൾ പ്രൈസാണ്. ഐ തിങ്ക് 150 അങ്ങനെ എന്തോ റേഞ്ചാണെന്ന് തോന്നുന്നു കേട്ടോ. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം.
നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മാത്രമേ ലിങ്ക് വരുള്ളൂ കേട്ടോ. പിന്നെ കമ്മൽ ഞാനൊരു ജുംക്ക എൻ്റെ അടുത്ത് ഓൾറെഡി ഉള്ളത് തന്നെയാണ്. പിന്നെ ഈ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തത് ഞാൻ തന്നെയാണ് കേട്ടോ. എനിക്ക് സ്റ്റിച്ച് ചെയ്തതിൽ വെച്ചിട്ട് നല്ല ഇഷ്ടമായിട്ടുള്ളൊരു ബ്ലൗസാണ്. പഫ് സ്ലീവ്സ് വെച്ചിട്ട് ഞാൻ ബ്ലൗസിന് ഫസ്റ്റ് ടൈമാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ബാക്കൊക്കെ ദേ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം എനിക്ക് പുറമേ നിന്ന് സ്റ്റിച്ച് ചെയ്ത് കിട്ടിയ അത്രയും പെർഫെക്ഷൻ എനിക്ക് കിട്ടാറില്ല. അപ്പം ഞാൻ തന്നെ ആയതുകൊണ്ട് എനിക്ക് എവിടെയെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ എനിക്ക് അപ്പം തന്നെ റെഡി ആക്കാമല്ലോ. അപ്പോൾ നമുക്ക് നേരെ ഡ്രേപ്പിങ്ങിലോട്ട് പോയാലോ. ഇത്തവണ ഞാനൊരു പോർട്രേറ്റ് വീഡിയോ അല്ല കേട്ടോ. ഇന്ന് ഞാൻ ഇങ്ങനെ ലാൻഡ്സ്കേപ്പാണ് എടുക്കുന്നത്. അപ്പോൾ ദേ ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഭാഗം ഇവിടെ ടക്ക് ചെയ്യാം. ടക്ക് ചെയ്തതിന് ശേഷം ഈ ബാക്കിലൂടെ നമ്മൾ ഇവിടെ ടക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് നമ്മൾ പല്ലു പോർഷനാണ് എടുക്കേണ്ടത്. ഇപ്പോൾ ഓൾറെഡി നമ്മളിവിടെ പ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ഇവിടെ കുത്തി കൊടുക്കണം കേട്ടോ. ഈ ഒരു ഭാഗം വന്നില്ലേ, അത് നമുക്ക് ഇവിടെ ഹോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഇങ്ങനെയായിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസിയാണ്. ഈ പല്ലു പോർഷൻ ഇങ്ങനെ ബാക്കിലൂടെ എടുക്കുക. ഇപ്പോൾ ഇവിടെ ഒന്ന് ലൂസാക്കി കൊടുക്കുക കേട്ടോ. ഇവിടെയാണ് നമ്മൾ പിന്ന് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ പിൻ ചെയ്തത് കറക്റ്റ് നമ്മൾ ഷോൾഡർ പാർട്ടിൽ വയ്ക്കുക. ഇവിടെ ഇത്രയാണ് എൻ പോർഷൻ വരുന്നത്. എന്നിട്ട് ഇവിടെ നമ്മൾ പിന്ന് കുത്തിയിട്ടുണ്ടല്ലോ, അതിങ്ങനെ നീക്കി കൊടുക്കുക. ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് വന്നില്ല. നമ്മൾ ആ പിന്ന് കുത്തിയിട്ട് അയൺ ചെയ്തുകൊണ്ട് നമുക്ക് കൂടുതൽ ഇതിൽ സമയം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ വന്നിട്ടുണ്ടേ. ഇനി ഈ ഭാഗം ഇവിടെ എടുത്തിട്ട് കുറച്ചൊന്ന് വലിച്ചിട്ട് ഇവിടെ ഒരു പിന്ന് കുത്തി കൊടുക്കുക. പിന്നൊക്കെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റിലേ നമ്മൾ പിന്നുകളൊക്കെ എടുത്ത് വയ്ക്കണേ. ഓക്കെ, ഇതിപ്പോൾ ഇവിടെ നമ്മൾ പിന്ന് കുത്തി കൊടുത്തില്ലേ. ഇനി ഈ നമ്മൾ ഞെറിവെടുത്ത ഭാഗം ടക്കിൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇവിടെ ചിലപ്പോൾ ഒരു ലൂസ് വരും കേട്ടോ. അത് നമ്മൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ആ ടക്കിൻ ചെയ്തതിന് ശേഷം ഇവിടുന്ന് ഈ ഒരു പിന്ന് കുത്തി നമുക്ക് ഊരിയിട്ട് ഇതിനകത്തുകൂടെ വലിച്ചാൽ മതി കേട്ടോ. ഇത് കറക്റ്റാക്കി വെച്ചിട്ട് ടക്കിൻ ചെയ്യുക. കുത്തിയ പിന്ന് നമ്മൾ കൈ കൊണ്ട് എടുക്കുക. അതിന് ശേഷം ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ഈ ഗ്യാപ്പിലൂടെ ആ ഒരു നമ്മൾ കുത്തിയ ഭാഗം ഉണ്ടല്ലോ, അത് നമുക്ക് ഈ കൈ ഇട്ടാൽ തന്നെ കിട്ടും. ഇങ്ങനെ എടുക്കുക. കുത്തിയ ഭാഗം ഇവിടെ കൊടുക്കുക കേട്ടോ. അതിന് ശേഷം ഇവിടെ നമുക്ക് ലാസ്റ്റ് കുത്തിയാലും മതി. ഈ ഒരു ബാലൻസ് വരുന്നുണ്ടല്ലോ, അത് ഇതുപോലെ കറക്റ്റ് ബാക്കിലേക്ക് മാക്സിമം കയറി നിൽക്കാത്ത രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇവിടെ തന്നെ അങ്ങ് കുത്തി കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെ അവിടുത്തെ ആ ഭാഗം കഴിഞ്ഞു. ഇനി നമുക്ക് പല്ലു പാട്ടാണ് റെഡിയാക്കേണ്ടത്. അപ്പോൾ ഇത് പല്ലു പോർഷൻ നമ്മളിവിടെ ഇതുപോലെ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ പിന്ന് കുത്തിയത് വേണമെങ്കിൽ നമുക്ക് അയക്കാം കേട്ടോ. ഇല്ല അവിടെ ഒതുങ്ങി നിൽക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ വെക്കാം. ഇവിടെ ഒരു പിന്ന് കുത്തിയിട്ടുണ്ട്. ആ പിന്ന് നമുക്ക് അയച്ചിട്ട് ഇവിടെ കുത്തി കൊടുക്കുക കേട്ടോ. അപ്പം നമ്മളെ സാരി അവിടെ സേഫായിട്ട് നിന്നോളും. സേഫായിട്ട് വെച്ചാൽ ഇങ്ങനെ തെന്നി മാറാണ്ട് ഇപ്പം ഇങ്ങനെ ആയാലും ഇത്രേ കാണുള്ളൂ.
സൈഡ് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ കുത്തിയ പിന്നുകളുണ്ടല്ലോ, അത് നമുക്ക് ഈ താഴെയുള്ളത് അയക്കാം. അതിനുശേഷം ഈ മുകളിലുള്ളത് ഇവിടെ തന്നെ ഇടുന്നോട്ടെ, പക്ഷെ നമുക്കിത് തിരിച്ച് കാണാത്ത രീതിയിലേക്ക് കുത്താം കേട്ടോ. അപ്പോൾ അതെ, നമ്മളെ ഡ്രേപ്പിംഗ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിൽ കുറച്ചൊന്ന് വലിച്ചതിന് കൊടുക്കുക, കുറച്ച് ഷേപ്പായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇവിടെ മീൻസ് നമുക്ക് ഹിപ്പ് സൈഡ് കാണണ്ട എന്നുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചിങ്ങനെ കയറ്റിയിട്ട് ഇതും ഇങ്ങനെ ആക്കിയിട്ട് ഇവിടെ ഇങ്ങനെ ഒരു പിന്ന് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതധികം കാണില്ല, പക്ഷെ കുറച്ചൊക്കെ കാണുന്നതാണ് സാരിയുടെ ഭംഗി കേട്ടോ. അങ്ങനെ കയറ്റി കുത്തിക്കഴിഞ്ഞാൽ ഈ ഒരു സൈഡത്തെ ആ ഒരു ഭംഗി പോവും. सके तो लौट आ जरा, ये दिल अब भी तेरा इंतजार करे। टूटे हुए ख्वाबों के दरमिया तेरा नाम ही तो रोशनी सा लगे। तेरी खामोशी भी कुछ कह रही है, जैसे तू पास हो पर दूर कहीं है। मैं तो जी लूं बस यादों के सहारे, तू अगर ना हो तो क्या ही जिंदगी है। खामोश रातें, खामोश ये दिल, बस तेरा ही नाम ले हर एक पल। അപ്പോൾ ഈ സാരി ഡ്രേപ്പിംഗ് വീഡിയോ ആൻഡ് പ്രീ പ്ലീറ്റിംഗ് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയേക്കണേ. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോ വരുന്നവരിക്കും പ്ലീസ് വെയിറ്റ്. पर दूर कहीं है मैं तो जी लूं बस यादों के सहारे। तू अगर ना हो तो क्या ही जिंदगी है। खामोश रातें, खामोश ये दिल, बस तेरा ही नाम ले हर एक पल।